അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് മൺസൂണിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് മൈസൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു യാത്ര പോവാണ് ഹംപിയിലോട്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 6:50 മൈസൂരിൽ നടക്കുന്ന ഹംപി എക്സ്പ്രസിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതാ നമ്മുടെ 16:59 ഹംപി എക്സ്പ്രസ് 6:50 രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. ഇത് മൈസൂരിൽ നിന്ന് തൂത്തുക്കുടിയിലോട്ട് പോകുന്ന എക്സ്പ്രസ് ആണ്. നമ്മുടെ സ്റ്റെയർകേസ് ആ ഭാഗത്താണ്. അപ്പൊ നമുക്ക് നേരെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാം. സ്റ്റെയറിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് പോകേണ്ടത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ്. നമ്മൾ ഇന്ന് ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് S8-ലാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ കോച്ച്. തുറന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ആ ഭാഗത്തോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി. ഇതിൽ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. നമ്മുടെ സീറ്റ് നമ്പർ വരുന്നത് 78ആണ്. ഈ ഒരു സീറ്റാണ് കേട്ടോ നമ്മുടെ ഈ റബ്ബർ ബർത്താണ്. ഡോറിന്റെ അവിടെ തന്നെയാണ്. അല്ല, ഈ മൈസൂർ എങ്ങനെ ജംഗ്ഷൻ ആയതെന്നറിയോ? ബാംഗ്ലൂരിലോട്ട് പോകുന്ന ഒരു മെയിൻ ലൈൻ കൂടാതെ ചാമരാജ് നഗറിലോട്ട് പോകുന്ന ഒരു ബ്രാഞ്ച് ലൈൻ കൂടെ മൈസൂർ സ്റ്റേഷനിൽ വരുന്നുണ്ട്. അങ്ങനെ രണ്ട് ഭാഗത്തോട്ട് പോകുന്ന ലൈനുകൾ വന്നതുകൊണ്ടാണ് മൈസൂർ നമ്മൾ ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ട്രെയിൻ അങ്ങനെ മൈസൂരിനടുത്ത് ഈ ഒരു ഭാഗത്ത് മൈസൂരിന്റെ ബോർഡില്ല, അവിടെ ഉണ്ട്. ഇപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 7 മണിയായി. നമ്മളങ്ങനെ ഹോസാൽപേട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ട് ഇനി ഇവിടുന്ന് നമുക്കൊരു ഓട്ടോ എടുത്തിട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. എന്നിട്ട് അവിടുന്ന് വേണം ഹംപിയിലോട്ട് പോകാൻ. ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ ദൂരമുണ്ട് നമുക്ക് ഹംപിയിലോട്ട്. ഇതാണ് നമ്മൾ വന്ന ഹംപി എക്സ്പ്രസ്. നമുക്കങ്ങനെ നേരെ ആ ഭാഗത്തൂടെയാണ് ആൾക്കാർ പുറത്തോട്ട് പോകുന്നത് കാണുന്നത്. അതുവഴി പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഓട്ടോ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഓട്ടോ എടുത്തിട്ട് പോകണം. അവിടുന്ന് ബസ് സ്റ്റാൻഡിലോട്ട് കുറച്ച് ദൂരം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു ഓട്ടോ എടുത്തിട്ട് ആദ്യം ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. അങ്ങനെ നമ്മളിവിടുന്ന് ഓട്ടോയിലോട്ട് കയറി ഇനി ഇവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത്. നമുക്ക് ഒരു ഐഡിയ ഒന്നുമില്ല. എനിക്ക് അവിടെ ഹോസാൽപേട്ട് സ്റ്റാൻഡ് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അവിടെ എത്തി അപ്പം തന്നെ ഒരു ബസ് കണ്ടു. അപ്പം ബസ് എടുത്തിരുന്നു. അപ്പം ഞാൻ ഓടി അതിനോട്ട് കയറിയതാണ്. അപ്പം നമ്മളങ്ങനെ ഹംപിയിലോട്ടുള്ള ബസ്സിൽ കയറി. അപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടി. ഒരാൾക്ക് 20 രൂപയാണ് ഇവിടെ ഹോസാൽപേട്ടിൽ നിന്ന് ഹംപിയിലോട്ടായത്. അപ്പോൾ 18 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് 20 രൂപയേ വരുന്നുള്ളൂ. അപ്പം ഞാനവിടെ സ്റ്റാൻഡിലോട്ട് വന്ന സമയത്ത് സ്റ്റാൻഡിലോട്ട് വന്ന ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് 300 രൂപയ്ക്ക് ഹംപി ഇറക്കി തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കണ്ടില്ലേ, ബസ്സിന് 20 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളവിടെ ഹോസാൽപേട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഓട്ടോ ഒന്നും എടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ ബസ് ഉണ്ട്. അവിടെ ബസ് സ്റ്റാൻഡിലോട്ട് മാത്രം വന്നാൽ മതി. ബസ് സ്റ്റാൻഡും അടുത്താണ്, വേണേൽ നടന്ന് വരാവുന്ന ദൂരമേ ഉള്ളൂ. ശരിക്കും 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പം ഞാനത് ആദ്യമായിട്ട് വരുന്നതുകൊണ്ടാണ് എനിക്ക് ആ പ്രശ്നം പറ്റിയത്. അപ്പോൾ നിങ്ങൾ അവിടെ വന്ന് ഇഷ്ടം പോലെ ബസ് ഉണ്ട്. 20 രൂപ ടിക്കറ്റിൽ നിങ്ങൾക്ക് ഹംപിയിൽ പോയിട്ട് ഇറങ്ങാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറേ കനാലുകളാണ്. ആ തെങ്ങിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് കാണുന്ന മുഴുവൻ കരിമ്പ് കൃഷിയാണ്. പക്ഷെ എവിടെ നോക്കിയാലും ഇല്ലേ, ചെറിയ ചെറിയ സ്ഥലങ്ങളിലോട്ടാണെങ്കിലും കുറേ നല്ല റോഡുകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ ഏതാണ്ട് ഹംപിയിലോട്ട് എത്താറായി. അങ്ങനെ നമ്മൾ ഹംപിയിലെത്തി. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മളിപ്പോൾ സ്ഥലം കാണാൻ വേണ്ടി വന്നു കേട്ടോ. ഇനി റൂമിലോട്ടൊക്കെ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം സ്ഥലങ്ങൾ ഇവിടുത്തെ കുറച്ച് കാണാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത്, എങ്ങനെ ഇങ്ങോട്ട് വന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് റൂമിലെത്തുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാം. നമ്മൾ ആദ്യം പോകുന്നത് വിത്തല ടെമ്പിളിലോട്ടാണ്. ഇവിടുന്ന് 800 മീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ഈ വരുന്ന കണ്ടില്ല, ഇതുപോലത്തെ നമുക്ക് ഇലക്ട്രിക് വണ്ടികൾ കിട്ടും. അത് 20 രൂപയാണ് വരുന്നത് ഒരാൾക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. ഞാൻ വിചാരിച്ചു അങ്ങോട്ട് നടക്കാം, ഇങ്ങോട്ട് നമുക്ക് ഇലക്ട്രിക് കാറിൽ വരാം. അപ്പോൾ അതാകുമ്പം നമുക്ക് കുറേ കാഴ്ചകൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം. പിന്നെ ഇവിടെ വെയിലിന് ചൂടായി വരുന്നേ ഉള്ളൂ. വെയിലുണ്ട്, പക്ഷെ അധികം പ്രശ്നമുള്ള വെയിലൊന്നുമല്ല. ഞാൻ ആദ്യം അവിടെ ഹംപിയിൽ കമലാപൂർ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ റൂമായിരുന്നു എടുത്തത്. പിന്നെ ഞാനത് മാറ്റി. കാരണം ഹംപി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ റൂം എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെയുള്ള കുറേ സ്ഥലങ്ങൾ അവിടെ അടുത്തുനിന്നാണ് ദൂരം. മറ്റേ കമലാപൂരിൽ നിന്ന് നമുക്കൊരു 4 കിലോമീറ്റർ ഡിസ്റ്റൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും നല്ല വെയിലുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ
ഇപ്പം അത്ര കുഴപ്പമൊന്നുമില്ല, നമുക്ക് താങ്ങാൻ പറ്റുന്ന വെയിലാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ വെയിൽ കൂടും. അപ്പം നമുക്ക് രാവിലെ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ റൂമിൻ്റെ ആ ഭാഗത്തോട്ടൊക്കെ പോകാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇങ്ങ് ഇറങ്ങിയത്. ഒന്ന് ഫ്രഷായി അപ്പം തന്നെ ഇറങ്ങി. അപ്പം നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു തീർക്കണം. ഉച്ചയാകുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി വൈകുന്നേരം കാണാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ റൂമിൽ എത്തിയതിന് ശേഷം പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ വിതല ടെമ്പിളിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ തന്നെ ഒരു 300-400 മീറ്റർ ദൂരം കൂടിയേ ഉള്ളൂ. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു മണ്ഡപം ഉണ്ട് കേട്ടോ. ഇതാണ് ആ മണ്ഡപം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. അതുപോലെ നമ്മൾ പോകുന്ന വഴിക്ക് പുഷ്കറാണി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഡീറ്റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെയിലായിരിക്കും, അപ്പോൾ വേണ്ടവർക്ക് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഇത് ഒരു കുളമാണ്. AD 1422 തുംഗഭദ്ര നദിക്ക് സമീപത്തായിട്ട് ദേവരായ രണ്ടാമനാണ് ഈ കാണുന്ന വിതല ടെമ്പിൾ നിർമ്മിച്ചത്. വളരെ മനോഹരമായിട്ടുള്ളൊരു വാസ്തുവിദ്യാ ശൈലീൻ്റെ ഒരു എക്സ്ട്രീമാണ് നമ്മൾ ഈ കാണുന്ന ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷേത്രം മാത്രമല്ല, നമ്മളിപ്പം വരുമ്പം കണ്ട അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചത് നോക്കിയേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, 1400-കളിലാണ് ഇങ്ങനെയൊരു സ്ട്രക്ചർ ഇവിടെ നിർമ്മിച്ചത്. ഇതൊക്കെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് വിജയനഗര രാജാക്കന്മാരായിരുന്നവരാണ് കേട്ടോ ഈ കാണുന്ന ഹംപി മുഴുവനായിട്ട് നിർമ്മിച്ചത്. നമ്മളിതാ ഈ ഒരു വഴിയാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ഇതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഈ ഒരു സ്ട്രക്ചർ മാത്രം മതി അന്നത്തെ കാലത്ത് എത്ര മനോഹരമായിട്ടാണ് ഹംപി എന്ന് പറഞ്ഞ നഗരം വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ നിർമ്മിച്ചതെന്ന് മനസ്സിലാക്കാൻ. ഇന്നത്തെ കാലത്ത് പോലും ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റുമോ? അപ്പോൾ ആലോചിച്ച് നോക്കിയേ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇതുപോലൊരു ടൗൺഷിപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ച ആളുകളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾക്കെന്നൊക്കെ. നമുക്ക് ഓരോന്നും കാണാം കേട്ടോ, ഓരോന്നും സമയം എടുത്ത് നമുക്ക് കണ്ടിട്ട് ഇവിടുന്ന് പോവാം. വെയിലുണ്ട്, അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്കൊക്കെ പരിചയമുള്ളൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ നമ്മുടെ 50 രൂപ നോട്ടിൽ നമ്മൾ ഹംപി എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഈ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അത് ഈ ഒരു ടെമ്പിളിലായിട്ടുള്ളത്. എവിടെയാണെന്നല്ലേ കണ്ടോ, ഇതാണ് നമ്മൾ നമ്മുടെ 50 രൂപ നോട്ടിൽ ഹംപി എന്ന് പറഞ്ഞ് കാണുന്നത്. ഈ ഒരു സ്ട്രക്ചറാണ്, കണ്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, അത് ഒരു രഥമൊന്നും ആയിരുന്നില്ല. ഞാൻ രഥം പോലെ എന്തോ ആണെന്ന് വിചാരിച്ചത്. അത് പണ്ടുണ്ടായിരുന്ന ഒരു ഗരുഡ ക്ഷേത്രമായിരുന്നു പോലും. പണ്ടെപ്പോഴോ ഹംപി ആക്രമിച്ച ഭരണാധികാരികൾ ഈ ക്ഷേത്രം ആക്രമിച്ച സമയത്ത് അതുകൂടെ ആക്രമിച്ചു കളഞ്ഞു പോലും. അങ്ങനെയാണ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ മോൾ ഭാഗമൊക്കെ നഷ്ടപ്പെട്ടത്. ഇപ്പം നമ്മൾ ഈ കയറി പോകുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കല്യാണ മണ്ഡപമാണ്. ആലോചിച്ച് നോക്ക്, ഇത്ര മനോഹരമായിട്ടുള്ളൊരു കല്യാണ മണ്ഡപം. നിങ്ങൾ ഗുരുവായൂർ പോയിട്ട് അവിടെ കല്യാണം കൂടുകയോ കല്യാണം കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെയൊക്കെ കല്യാണ മണ്ഡപം കണ്ടിട്ടുണ്ടോ? അതൊന്ന് ഓർമ്മയിലോട്ട് എടുത്തു നോക്ക്, എന്നിട്ട് ഈ കാഴ്ചകളൊന്ന് കണ്ടു നോക്ക്. ഇത് ഇവിടെ ഉണ്ടായിരുന്ന 1400-കളിൽ ഉപയോഗിച്ചിരുന്ന ഒരു കല്യാണ മണ്ഡപമാണ്. പിന്നെ നൃത്തവും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന കല്യാണ മണ്ഡപം, നൃത്തമണ്ഡപം, ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സൗകര്യങ്ങൾ എല്ലാം എത്ര സൂക്ഷ്മമായിട്ട് എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചതെന്നൊന്ന് ആലോചിച്ച് നോക്ക്.
നമ്മൾ ഇവിടെ അകത്തോട്ടൊന്ന് കയറി. ഇവിടെയെല്ലാം ഓരോ കല്ലുകളുടെയും വലുപ്പവും അതിൽ കൊത്തി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടോ? എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. ഇത് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ശ്രീകോവിലിന് മുകളിലുള്ള ഗോപുരമാണ്. ഇതിന് നേരെ താഴെ ഈ കാണുന്നതാണ് ഇവിടെ ഉണ്ടായിരുന്ന ശ്രീകോവിൽ. അകത്ത് ഇപ്പോൾ വിഗ്രഹങ്ങളൊന്നുമില്ല. വിഗ്രഹങ്ങൾ ഇരിക്കുന്ന 2 പീഠങ്ങൾ മാത്രം നമുക്ക് കാണാം. അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നല്ല ഭംഗിയിൽ കൊത്തി വെച്ചതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയും വലിയൊരു ക്ഷേത്രം, അതിനകത്ത് എത്ര മനോഹരമായ വിഗ്രഹമായിരിക്കും ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. പിന്നെ ഇതൊന്നും നശിച്ചു പോയതല്ല, നശിപ്പിക്കപ്പെട്ടതാണെന്ന് കൂടെ ഓർമ്മിക്കുന്ന സമയത്തെ നമുക്കത് അതിൻ്റെ ഒരു വേദന മനസ്സിലാവുള്ളൂ. സാധാരണ ക്ഷേത്രങ്ങളിൽ നമ്മൾ നേരെ പോയിട്ട് വിഗ്രഹം ചുറ്റി വരാറില്ലേ ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം ഈ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ശ്രീകോവിൽ ചുറ്റി വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ താഴോട്ട് ചെറുതായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ട് അങ്ങനെയാണ് ഇവിടെ ചുറ്റി വരുന്നത്. ഇതൊക്കെ എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല. ഇത്ര സുന്ദരമായ ക്ഷേത്രങ്ങൾ, ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാമായിരുന്ന ക്ഷേത്രങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടതാണ്, നശിച്ചു പോയതല്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഈ ക്ഷേത്രത്തിൻ്റെ മനോഹാരിത നമുക്കിവിടെ വന്ന് മനസ്സിലാക്കുമ്പം ഇന്നും അത് പഴയ പോലെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒന്ന് ആഗ്രഹിച്ചു പോകുന്നുണ്ട്, അറിയാതെയെങ്കിലും. അതിൽ നിന്നാണ് ഞാനത് പറയുന്നത്. നശിച്ചു പോയതല്ല, നശിപ്പിക്കപ്പെട്ടതാണ്. ഇവിടെ വേറെ ഏതൊരു ഉപദേവതയുടെ ക്ഷേത്രമായിരുന്നു തോന്നുന്നു. കണ്ടോ? അങ്ങനെ 4 ഭാഗങ്ങളിലും ഈ ക്ഷേത്രത്തിലോട്ട് കയറുന്ന ഗോപുരങ്ങളുണ്ട്. അതിനോട് ചേർന്നിട്ട് ആളുകൾക്ക് ഇരിക്കാനും മറ്റുമായിട്ട് അവിടെയൊക്കെ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ? അതുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ അത് തകർന്നു വീണിട്ടുണ്ട്. 4 ഭാഗത്തും വലിയ ഗോപുരങ്ങളൊക്കെ ആയിട്ട്. ഇതൊക്കെ കണ്ടോ? ഇത് നേരെ ഇങ്ങനെ കല്ല് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പാകിയാണ് ഇവിടുത്തെ മുകൾ ഭാഗമൊക്കെ ഉണ്ടാക്കിയത്. ഇവിടെ ആ വിഗ്രഹം വെച്ചിരുന്നൊരു ഭാഗമാണ് ഇത്. അതിൻ്റെ അവിടെ കണ്ടോ ഒരു വവ്വാലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് പോവാം. ആ ഒരു ഭാഗത്തൊക്കെ കുറേ ഉപദേവതമാരുടെ ക്ഷേത്രങ്ങളാണ്. അതുപോലെ അവിടെ ഇരിക്കേണ്ട ആ ഒരു ഭാഗമാണ്. പഴയ പ്രതാപത്തിൻ്റെ കുറേ സ്മാരകങ്ങൾ മാത്രമേ നമുക്ക് ഹംപിയിൽ വന്നാൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ നമുക്ക് ഇങ്ങനെയൊരു ചരിത്രം അല്ലെങ്കിൽ ഒരു ഇന്നലകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുന്നത് നല്ലതാണ്. ഇത്ര മനോഹരമാണ് ഇവിടുത്തെ സ്ട്രക്ചറുകളൊക്കെ. ഇതൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. ഇത്ര മനോഹരമായൊരു ടൗൺ ഇന്നത്തെ കാലത്ത് പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമല്ല, സാധിക്കില്ല. അത്ര മനോഹരമാണ് ഈ ഒരു ഹംപി എന്ന് പറയുന്ന സ്ഥലം, ഇവിടുത്തെ ക്ഷേത്രം. എനിക്ക് പിന്നിലാ കാണുന്നതാണ് നമ്മുടെ 50 രൂപ നോട്ടിൽ കാണുന്നത്. നേരത്തെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി പുറത്തോട്ട് പോവാം. മൊത്തം 13 കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്ന ഹംപി എന്ന് പറയുന്ന പ്രദേശം 1986 മുതൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ കൂടി ഉൾപ്പെടുന്നുണ്ട്. നമ്മളിവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കൊണ്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഹംപി ഞാൻ പറഞ്ഞില്ലേ മൊത്തം 13 കിലോമീറ്ററിലാണ് വ്യാപിച്ച് കിടക്കുന്നത്. നമ്മൾ ആദ്യം വന്നത് ഇങ്ങോട്ടാണ്. ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് നമ്മൾ നടന്നല്ലേ വന്നത്, നമുക്ക് അങ്ങോട്ട് ബാറ്ററി കാറിൽ പോവാം. പുറകിൽ കണ്ടോ, നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഗനഗിട്ടി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ജൈന ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടോ, അകത്തോട്ട് കയറാം. ഈ ഫോണിൽ കാണുന്ന പോലെ പോലും എനിക്ക് നേരെ കാണാൻ പറ്റുന്നില്ല. പുറത്ത് കണ്ടോ, പൊളിഞ്ഞു കിടക്കുകയാണ്. ആലോചിച്ച് നോക്കിയേ,
ഒരു വലിയ ടൗൺഷിപ്പ്. അവിടെ എല്ലാ മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ, ആളുകൾ താമസിച്ചിരുന്ന പ്രദേശങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു വലിയൊരു ടൗൺഷിപ്പാണ് ഹംപി. നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്നത് ക്വീൻസ് ബാത്തിലോട്ടാണ്. ഇതാണ് ക്വീൻസ് ബാത്ത്. ഇതുവഴിയാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറേണ്ടത്. ഇതാണ് ക്വീൻസ് ബാത്ത്. കണ്ടോ, പണ്ട് കാലത്ത് ഇതിൽ മുഴുവൻ വെള്ളമായിരിക്കും. കണ്ടോ, അവിടെ പടവുണ്ട്. ഇവിടെ അധികമായിട്ടുള്ള ഓവറായിട്ടുള്ള വെള്ളം ഒഴുകി പോകാനുള്ളതാണ് ആ ഭാഗമൊക്കെ. ഇവിടെയാണ് അഗ്നിമാരൊക്കെ കുളിച്ചിരുന്നത്. ഇതുവഴിയാണ് സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നത്. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെയുള്ള ഒരു വർക്ക് കണ്ടോ, കണ്ടോ, അത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. നോക്കിയേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇവിടെ നമ്മൾ ഈ കാണുന്ന എന്താ അറിയോ, ഇത് ആർക്കിയോളജിക്കൽ സർവേ ഇവിടെ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടെത്തിയ ഒരൊറ്റക്കല്ലിൽ കൊത്തിയൊരു വാതിലാണിത്. ഇത് വാതിലിൻ്റെ ഒരു പോളയാണ്. ഇത് രണ്ടാമത്തെ പോളയാണ്. ഇത് ആനകളായിരുന്നു പണ്ട് തുറന്നിരുന്ന കേട്ടോ. മനുഷ്യർക്കൊന്നും തുറക്കാൻ സാധിക്കില്ല. ആനകളെ വെച്ച് തുറന്നിരുന്ന ഒരു വാതിലിൻ്റെ ഒരു ഭാഗം ആ ഒരു ഭാഗത്തു നിന്നായിട്ട് ആർക്കിയോളജിക്കൽ സർവേക്കാർ കണ്ടെത്തിയതാണ്. കണ്ടോ, ഒറ്റക്കല്ലിലുണ്ടായിരുന്നൊരു സ്റ്റോണിൻ്റെ ഡോറാണിത്. ഇതുവഴിയാണ് നമുക്ക് ഉള്ളിലോട്ട് കയറി പോകേണ്ടത്. അവിടെ സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് സ്റ്റെപ്പ് കയറി തന്നെ പോവാം. നമ്മുടെ മൈസൂർ ദസറ വളരെ ഫേമസ് അല്ലേ? അവിടെയൊക്കെ ദസറ നടക്കുന്നതിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഹംപിയിൽ ദസറ നടന്നിരുന്നു. ആ ദസറ നടക്കുന്ന സമയത്ത് മഹാരാജാവ് ഈ ഒരു ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഇവിടെ ജനങ്ങളെ കണ്ടിരുന്നത്. ഈ ഒരു ഭാഗം മുഴുവൻ ജനങ്ങളുണ്ടാവും. അദ്ദേഹം ഇതിൻ്റെ മുകളിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ടവർക്ക് പോസ് ചെയ്ത് നോക്കിയിട്ട് വായിക്കാം. നമുക്കും മുകളിലോട്ടൊന്ന് കയറാം. കണ്ടോ, ഇവിടെ നിന്നിട്ടാണ് ദസറ സമയത്ത് അന്നത്തെ രാജാക്കന്മാർ ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നത്. ഇവിടെ ഇങ്ങനൊരു വഴിയുണ്ട്. ഇത് പണ്ട് കാലത്ത് രാജാക്കന്മാർ ഇതിൻ്റെ മുകളിലോട്ട് കയറി വന്നിരുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത്. ഇതൊക്കെ കണ്ടോ, കല്ലിൽ കൊത്തിവെച്ചത്. ഇതുവഴി ഇങ്ങനെ കയറി വരും. ഒരുപാട് വലിയ വലിയ മഹാരഥന്മാർ നിന്ന് ജനങ്ങളോട് സംസാരിച്ചിരുന്ന ഒരു പ്രദേശമാണിത്. ഈ ഒരു ടൗൺഷിപ്പിൻ്റെ അവശേഷിപ്പുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് കാണാൻ പറ്റും. ഇനി ആ ഒരു ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മറ്റൊരു കാര്യം കൂടെ കാണാനുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഹംപിയിൽ ആർക്കിയോളജിക്കൽ സർവേ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണിത്. ഒരുപാട് കാര്യങ്ങൾ ഹംപിയെക്കുറിച്ച് മനസ്സിലാക്കിയത് ഈ ഒരു പ്രദേശത്തു നിന്നാണ്. കണ്ടോ, ഇതൊക്കെ ഇവിടെ നിന്ന് കണ്ടെത്തിയ ഒരുപാട് കെട്ടിടങ്ങളുടെയും മറ്റ് പല സ്ട്രക്ചറുകളുടെയും ഭാഗങ്ങളാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങൾ കണ്ടോ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് സ്റ്റോണിൽ നിർമ്മിച്ചിട്ടുള്ളൊരു ടാങ്കാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ കമലാപൂർ ടാങ്കിൽ നിന്ന് ഈ ഒരു കല്ല് വഴി, അതായത് കല്ലിലുള്ള ചാലിലൂടെ വെള്ളം കൊണ്ടുവന്ന് അതിൽ നിന്ന് ഈ ഒരു ടാങ്ക് ഫില്ല് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു കുളം ഫില്ല് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഇവർ വെള്ളം ഉപയോഗിച്ചിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് ദൂരെയുള്ള മറ്റൊരു ജലസംഭരണിയിൽ നിന്ന് ഇതുപോലെ കല്ലുകൾ വെച്ച് അതിൽ ചാലുണ്ടാക്കി അതുവഴി വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു കുളത്തിൽ വെള്ളം എത്തിച്ചിരുന്നത്. നമ്മൾ സംസാരിക്കുന്നത് 10-20 വർഷം മുന്നത്തെ കാര്യത്തെക്കുറിച്ചല്ല, 1400-കൾ 1500-കൾ നിർമ്മിച്ച ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇത്രയധികം എന്താ പറയുക, ഇന്ന് പോലും നമുക്ക് സാധിക്കുമെന്ന് സംശയമുള്ള രീതിയിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളത്തിൻ്റെ ഒരു ഭാഗം
ഈ കുളത്തിലോട്ട് കൊടുക്കുന്നു. എന്നിട്ട് ബാക്കി അവിടെ നിന്നും വീണ്ടും മുന്നോട്ട് പോയി ആ ഒരു ഭാഗത്തോട്ടായിട്ട് പോകുന്നുണ്ട്. അത് കറക്റ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല, കാരണം അതിൻ്റെ ബാക്കി അവിടെ ഇല്ല. നമ്മൾ അവിടം വരെ അത് കാണാനുള്ളൂ. ബാക്കി അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഉണ്ടോ, ആ ഒരു ഭാഗം വരെ നമുക്കത് കാണാം. ഇതൊക്കെ കണ്ടോ, ഇവിടെ പകുതിയും ഇല്ല, ഇവിടെ ആനയുടെ തുമ്പിക്കൈയില്ല, ബാക്കി ഭാഗം കാണാം. ഇത് ഒരു മണ്ഡപമോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമോ എന്തോ ആയിരിക്കണം. ഈ ഒരു തറ മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ അതിൻ്റെ മുകളിലാണ് കയറിയത്. അവിടെ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാജാക്കന്മാർ സംസാരിച്ചിരുന്നത്, ആ ഒരു വലിയ മണ്ഡപത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ്. ഇവിടെയൊക്കെ നശിപ്പിക്കപ്പെട്ടതോ നശിച്ചു പോയതോ ആയിട്ടുള്ള കുറേ ഇങ്ങനത്തെ പ്രതിമകളൊക്കെ കാണാം. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ചേംബർ ഉണ്ട്. നമുക്കതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം. ഇതാണത്. സ്റ്റെപ്പുകളൊക്കെ കണ്ടോ, വളരെ നേരമാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ് കയറാൻ. അപ്പോൾ ഇതുവഴി വേണം നമുക്ക് അകത്തോട്ട് പോകാൻ. ഇരുടാണ്, നമുക്ക് ഇതുവഴിയാണ് ഇനി പോകേണ്ടത്. നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അകത്തോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് വഴിയാണ് പോകേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു രീതിയിലാണ് ഭൂമിക്കടിയിൽ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പണ്ട് കാലത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം. അതുപോലെയാണ് നമുക്കിത് കണ്ടാൽ മനസ്സിലാവുക. നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ 3 ഭാഗത്തോട്ടായിട്ട് വഴികളുണ്ട്. അതിൽ നമ്മൾ യഥാർത്ഥ വഴി കണ്ടുപിടിച്ച് അങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ഇറങ്ങിയത് ആ ഒരു ഭാഗത്ത് തന്നെ എത്താൻ വേണ്ടി പറ്റും. ബാക്കി 2 ഭാഗങ്ങളും കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഒരു സ്ഥലത്തെത്തുമ്പം അവസാനിക്കും. നമുക്ക് അവിടുന്ന് പിന്നെ തിരിച്ചു വരേണ്ടി വരും. ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ രീതിയിലൊരു നിർമ്മിതി ഭൂമിക്കടിയിൽ ഉണ്ടാക്കി വെച്ചത്. കണ്ടോ, ഇതുവഴിയാണ് നമ്മൾ ഉള്ളിലോട്ട് ഇറങ്ങിയത്. ഉള്ളിൽ നല്ല തണുപ്പാണ്. പുറമേത്തെ ചൂട് അനുഭവിച്ചൊരാൾക്ക് മാത്രമേ ഉള്ളിൽ പോകുമ്പോൾ ഉള്ളൊരു ആ ഒരു തണുപ്പിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. ഇതുവഴി തന്നെ നമ്മൾ അങ്ങനെ ചുറ്റി വളഞ്ഞ് കയറി വന്നു. ഇതൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ ആലോചിച്ച മറ്റൊരു കാര്യമാണ്, അന്നത്തെ കാലത്ത് ഇവിടുത്തെ ആളുകൾ എത്ര ലക്ഷറിയിലാണ് ജീവിച്ചിരുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ ആളുകളെ കണ്ടിരുന്നത്, അവരുടെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഒന്ന് ആലോചിച്ച്, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആളുകൾ ജീവിച്ചിരുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ കണ്ടതൊക്കെ. നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒരിക്കലെങ്കിലും ഹംപിയിൽ വരണം. ഹംപി നിങ്ങൾ ഒരുപാട് കണ്ട് മനസ്സിലാക്കാനുണ്ട്. കാരണം നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമുക്ക് മുന്നേ ജീവിച്ചവർ എങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു, അവരെന്തൊക്കെ ഇവിടെ നിർമ്മിച്ചിരുന്നു, അവരുടെ കാഴ്ചപ്പാടുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു ഒക്കെ മനസ്സിലാക്കാൻ ഒരിക്കലെങ്കിലും ഹംപിയിൽ വരിക. ഓരോ സ്ഥലങ്ങളും കാണുന്ന സമയത്ത് ശരിക്കും അത് നമ്മുടെ പഴയ കാലത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നടത്തം തന്നെയാണ്. അത് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തരും. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ഹംപിയിൽ വരിക, ഇതൊക്കെ ഒന്ന് കാണുക, അത്രയും ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് അടുത്ത കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോവാം. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് വന്നതാണ്. ഇതാണ് ഹസാര രാമചന്ദ്ര ടെമ്പിൾ. അപ്പം ഇവിടെ കണ്ണ് കാണാത്ത ആളുകൾക്ക് വേണ്ടി വ്യത്യസ്ത ലാംഗ്വേജുകളിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഇതാണ് ക്ഷേത്രം. ഹസാര എന്ന് പറയുന്നത് നമ്മുടെ 1000 എന്നുള്ള അർത്ഥത്തിലാണ്. ഇതൊരു രാമചന്ദ്ര ടെമ്പിൾ, ശ്രീരാമൻ്റെ ടെമ്പിളാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന റോയൽ ഫാമിലി ഇല്ലേ, അവർ നിത്യവും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരുന്ന ഒരു ക്ഷേത്രം കൂടിയായിരുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ മുകളിൽ ആ കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ. ഈ 4 പില്ലറുകളും ബ്ലാക്ക് സ്റ്റോണിൽ നിർമ്മിച്ചതാണ്. അവിടെയാണ് ശ്രീകോവിൽ വരുന്നത്. അത് അടച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹംപിയിലുള്ള രാമചന്ദ്ര ടെമ്പിളിലാണ്. ഇവിടുത്തെ റോയൽ ഫാമിലി മാത്രം വന്ന് പ്രാർത്ഥിച്ചിരുന്നൊരു ക്ഷേത്രമായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ആ സൈഡിലായിട്ട് കണ്ടില്ലേ, 4 തൂണുകളും ബ്ലാക്ക് സ്റ്റോണിലാണ് നിർമ്മിച്ചത്. എന്ത് മനോഹരമായിട്ടാണല്ലേ ആ തൂണുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ ദേവരായ രണ്ടാമൻ എന്ന് പറയുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവാണ് ഈ കാണുന്ന ശ്രീരാമ ടെമ്പിൾ നിർമ്മിച്ചത്. ക്ഷേത്രത്തിൻ്റെ പുറത്തു ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഇത്.
ഇവിടുത്തെ ഈ ഓരോ ചുമരുകളിലും കൊത്തിവെച്ചിരിക്കുന്നത് വാത്മീകി രാമായണമാണ്. വാത്മീകി രാമായണത്തിലെ കഥ മുഴുവനായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളായിട്ടുള്ള ഓരോ ചുമരുകളിലും കൊത്തിവെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ചിലത് ഏതാണ് ആ സന്ദർഭം എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ കാണുന്നത് ആളുകൾക്ക് വിശ്രമിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നൊരു സ്ഥലമാണ്. പിന്നെ ആ വലിയ കാണുന്ന സ്തൂപം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് വൈദ്യുതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രിയിൽ കത്തിച്ചിരുന്നൊരു വിളക്കായിരുന്നു. ആ വിളക്കിൽ നിന്നുള്ള ലൈറ്റാണ് ഈ ഒരു പ്രദേശത്ത് മുഴുവൻ ഉണ്ടായിരുന്നത്. നമ്മളിനി അടുത്ത 3 സ്ഥലത്തോട്ടാട്ടോ വന്നത്. നമുക്കിനി ആ ഭാഗത്തോട്ട് പോകാം. ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളൂ. ഇതൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഇവിടുന്ന് എസ്കലേറ്റ് ചെയ്തിട്ട് കണ്ടെത്തിയ സാധനങ്ങളാണ്. ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ കാണുന്നത് മുഴുവൻ പീരങ്കിയിൽ ഉപയോഗിച്ചിരുന്ന ഉണ്ടകളാണ്. മനോഹരമായിട്ട് കല്ലിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ കണ്ടോ. ഇതൊക്കെ 1400കളിലും 1450കളിലും ആ കാലഘട്ടത്തിലാണെന്ന് നമ്മളൊന്ന് ഓർമ്മിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ാണ് ലോട്ടസ് മഹൽ. ഹംപിയിൽ ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിച്ചൊരു നിർമ്മിതി കൂടിയാണ് നിങ്ങൾ ഈ കാണുന്ന ലോട്ടസ് മഹൽ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്കൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാം. അതായത് ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ശ്രമിക്കാനായിട്ടാണ് പ്രധാനമായിട്ട് ഇത് നിർമ്മിച്ചത്. പിന്നെ രാജാക്കന്മാരും മന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഇവിടെ വെച്ച് നടത്തിയിരുന്നു. ഹംപി ആക്രമിക്കപ്പെട്ട സമയത്ത് കേടുപാടുകളൊന്നും സംഭവിക്കാത്ത ചുരുക്കം ചില നിർമ്മിതികൾ ഒന്നാണ് ഈ കാണുന്ന ലോട്ടസ് മഹൽ. നമുക്കിനി അടുത്ത കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോവാം. നിങ്ങൾ ഈ കാണുന്നതാണ് എലിഫന്റ് സ്റ്റേബിള്. എന്താന്ന് വെച്ചാൽ പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ആനകളെയൊക്കെ വിശ്രമിക്കാൻ വേണ്ടി കെട്ടിയിട്ടിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇത്തരത്തിൽ ഓരോ അറകളിലായിട്ട് ഓരോ ആനകൾ ഇങ്ങനെ വിശ്രമിച്ചിരുന്നു ഇവിടെ. ഇതിൻ്റെ പോലും മുകൾ ഭാഗമൊക്കെ എത്ര മനോഹരമായിട്ടാണ് കൊത്തിവെച്ചിരിക്കുന്നത് നോക്കിക്കേ. കണ്ടോ, ആനകൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചൊരു നിർമ്മിതിയാണിത്. എത്ര മനോഹരാണ്. നിങ്ങൾ കാണുന്ന ഈ ഒരു നിർമ്മിതിയാണ് ഗാർഡ്സ് ഹൗസ്. പക്ഷേ ഇത് കറക്റ്റായിട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നതെന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം ഇത് ആർക്കിയോളജിക്കൽ സർവേ ഒരുപാട് സ്റ്റാച്യുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഹംപിയുടെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള വിഗ്രഹങ്ങൾ, കല്ലിൽ കൊത്തിയെടുത്ത മറ്റു പല രൂപങ്ങളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ കെട്ടിടം ഒരുപാട് നേരം നമുക്ക് ചുറ്റി നടന്ന് കാണാൻ മാത്രമുണ്ട്. ഞാൻ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്കിത് മുഴുവനായിട്ട് കാണാം. കാരണം അത്രത്തോളം കാര്യങ്ങൾ ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്.
ഇവിടുത്തെ ചൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് വെയിലത്തോട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ചൂടൊരു പ്രശ്നമല്ല. നമുക്ക് നല്ല കൂളായിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കാം. അപ്പോൾ ഈ തണലത്തൂടെ ഞാൻ പോകുമ്പോൾ അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ വെയിലിലോട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചൂടാണ്. കാരണം നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ആ ചൂട് നമ്മളെ ദേഹത്ത് ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പം ചൂടുകാലല്ലാത്തൊരു സമയത്ത് ഇവിടെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഈ കാണുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ക്യൂൻ പാലസിൻ്റെ ബേസ്മെൻ്റ് ആണ്. ആ പുറകിൽ കാണുന്ന വാച്ച് ടവറാണ്, അതല്ല നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഭാഗം. അതിൻ്റെ മുകളിലുണ്ടായിരുന്ന സ്ട്രക്ചർ ഇപ്പോൾ ഇല്ല, ഇതതിൻ്റെ ബേസ്മെൻറ്റ് മാത്രമാണ്. ഇതിവിടെയുള്ളൊരു ശിവ ടെമ്പിളാണ്. അതുപോലെ ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് 1954 നമ്മുടെ ഗവൺമെൻറ് ഈ ഒരു ക്ഷേത്രം കണ്ടെത്തുന്നത്. ഇവിടെ മുഴുവൻ മണ്ണ് മൂടി കിടക്കുകയായിരുന്നു. അപ്പം ഒരു സമയത്ത് ഇവിടുന്ന് മണ്ണൊലിപ്പുണ്ടായ സമയത്താണ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നു എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കി ഇത് പിന്നീട് സംരക്ഷിച്ചതാണ് പ്രസന്ന വിരൂപാക്ഷ ടെമ്പിൾ. വിരൂപാക്ഷ ടെമ്പിൾ അവിടെ ദൂരെയാണ്. ഇപ്പോൾ രാജാക്കന്മാർ അങ്ങോട്ട് ആനപ്പുറത്തൊക്കെ പോയിരുന്നു. പക്ഷേ സാധാരണക്കാർക്ക് അങ്ങനെയൊന്നും പോകാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് രാജാവ് ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചത്. ഇത് മുഴുവൻ മണ്ണ് കൂടി കിടക്കായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നീടാണത് കണ്ടെത്തിയത് ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ അടിയിലുണ്ടായിരുന്നു. നമുക്ക് അകത്തോട്ട് കയറാം. നന്ദിയാണിത്, കണ്ടോ? നിങ്ങൾ ഹംപിയിൽ വരുവാണെങ്കിൽ ഇതൊക്കെ വന്ന് കാണണം. ഇവിടെ ആളുകളൊന്നും അധികമില്ല, അധികം എന്നല്ല വളരെ കുറവാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് പേര് കയറിപ്പോയി, അത്രയേ ഉള്ളൂ. അധികം ആളുകളൊന്നും വരാത്തൊരു സ്ഥലം കൂടിയാണിത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഈ ഒരു അണ്ടർഗ്രൗണ്ട് ടെമ്പിള്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇതോടെയൊക്കെ ഒന്ന് കാണുക, വളരെ മനോഹരമാണ്. ഉള്ളിൽ കുറച്ച് വവ്വാലിൻ്റെ ശല്യമുണ്ട്, അപ്പോൾ ഉള്ളിലോട്ട് പോകുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അകത്തിപ്പോഴും ആ ഒരു വിഗ്രഹം മുഴുവനായിട്ടില്ല, ഒരു ശിവലിംഗത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. പുറമേ നിന്ന് വരുന്ന ആളുകളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജാക്കന്മാരുണ്ടാക്കിയതായിരുന്നു കേട്ടോ ഇതിൻ്റെ ബേസ്മെൻറ്റ് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ, ബാക്കി മുകളിലോട്ടില്ല. ഇത് അടിയിൽ കല്ലും മുകളിൽ ചന്ദനം കൊണ്ടുണ്ടാക്കിയ ചുമരുകളൊക്കെ ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. കാരണം ഇവിടെ വല്ലാത്ത ചൂടാണല്ലോ, അപ്പോൾ ചൂടറിയാതിരിക്കാൻ ഈ ബേസ്മെൻറ്റ് മാത്രമേ കല്ലുകൊണ്ടുള്ളൂ. മുകൾ ഭാഗത്തോട്ടൊക്കെ ചന്ദനം കൊണ്ടുണ്ടാക്കിയ ചുമരുകളൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമൊക്കെ ഇപ്പോൾ ഇവിടെ കാണാനില്ല, ഇവിടെ ഈ ബേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ കണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രമല്ല, ഈ ഒരു 13 കിലോമീറ്റർ ചുറ്റളവിൽ ചെറിയ ചെറിയ ഒരുപാട് സ്ട്രക്ചറുകൾ കിടക്കുന്നുണ്ട്. നമുക്ക് റോഡിൻ്റെ സൈഡിലായിട്ടും അല്ലാത്തടത്തായിട്ടും ഒക്കെ കാണാൻ പറ്റും. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഹംപിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലോട്ടാണ്. നരസിംഹസ്വാമിയുടെ ക്ഷേത്രമാണിത്. മഹാവിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരമാണ് നരസിംഹമൂർത്തി. ആ നരസിംഹമൂർത്തിയുടെ ഒരു ക്ഷേത്രമാണിത്. നിങ്ങൾ ഹംപിയിൽ നിന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണുന്ന പ്രധാനപ്പെട്ട സ്ട്രക്ചറുകളിൽ ഒന്ന് ഈ ഒരു ക്ഷേത്രമാണ്. ഒറ്റക്കല്ല് തീർത്ത നരസിംഹസ്വാമിയുടെ പ്രതിമയാണിത്. അവിടെ നരസിംഹസ്വാമി ക്ഷേത്രത്തിനോട് തൊട്ട് ചേർന്ന് ഇവിടെയായിട്ടൊരു ശിവക്ഷേത്രം കൂടെ ഉണ്ട്, കണ്ടോ? നമുക്ക് അതിനടുത്തോട്ടൊന്ന് പോവാം, നല്ല തിരക്കുണ്ട് അവിടെ. നിങ്ങളീ കാണുന്നത് ഇവിടെ നരസിംഹസ്വാമി ക്ഷേത്രത്തിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ശിവക്ഷേത്രമാണ്. ഈ ഒരു ശിവക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം 9 അടിയാണുള്ളത്. പക്ഷേ ഇതിൻ്റെ 3 അടി വെള്ളത്തിന് താഴെയായിട്ടും 6 അടി വെള്ളത്തിന് മുകളിലായിട്ടുമാണ്. ഈ കാണുന്ന ജലം എന്ന് പറയുന്നത് തുംഗഭദ്ര നദിയിൽ നിന്ന് ഒരു കനാല് വഴി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അന്നത്തെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയാണ് ശരിക്കിത്. അടിയിൽ കൂടെ ഒരു കനാൽ ഉണ്ടാക്കി ആ കനാല് വഴിയാണ് ഈ കാണുന്ന വെള്ളം മുഴുവൻ ഇവിടെ എത്തിക്കുന്നത്. ആ വെള്ളത്തിനകത്താണ് ഈ ഒരു ശിവലിംഗം നിർമ്മിച്ചത്. അതിൻ്റെ 3 അടിഭാഗം വെള്ളത്തിലാണ്, ബാക്കി 6 അടിയാണ് പുറത്തോട്ടുള്ളത്. ഇതുണ്ടോ ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയത്? അടിയിൽ കരിങ്കല്ലും മുകൾ ഭാഗത്ത് നമ്മുടെ ഇഷ്ടിക പോലെയുള്ള കല്ലുകളും വെച്ചിട്ടാണ്. നമ്മളീ കാണുന്നത് ഇവിടുത്തെ ഒരു കൃഷ്ണ ടെമ്പിളാണ്, ബാലകൃഷ്ണ ടെമ്പിൾ. നമുക്ക് നേരെ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് പോവാം. നോക്കിയേ
എന്ത് മനോഹരാണെന്ന്. ഇതിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ? കണ്ടോ? ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പുറകിൽ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടേ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ നിർമ്മിച്ച് വന്നപ്പോൾ ഒന്നും ഈ പഴയ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഭംഗിയോ അതിൻ്റെ ഒരു സ്ട്രക്ചറായിട്ട് ചേർന്ന് നിൽക്കുന്നുമില്ല. അപ്പം അങ്ങനെ ഒട്ടും അത് ചെയ്യാൻ പറ്റാതെ വന്നപ്പം ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ അത് ഉപേക്ഷിച്ചു. കാരണം അത്ര ഭംഗിയിലാണ് ആ ഒരു കാലത്ത് വരെ ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഒരു കല്ലിൽ മുഴുവൻ എന്തൊക്കെയോ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതേതാ ഭാഷ എന്നൊന്നും അറിയില്ല. കണ്ടോ? എത്ര മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഓരോ ക്ഷേത്രങ്ങളും നിർമ്മിച്ചതെന്ന് കണ്ടോ? ഇവിടെ കാണുന്ന ഈ ഒരു ബാലകൃഷ്ണ ക്ഷേത്രം അടക്കം ഹംപിയിലുള്ള മിക്ക ക്ഷേത്രങ്ങളും മുഗളന്മാരുടെ ആക്രമണത്തിലാണ് തകർന്നു പോയത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ അകത്തു നിന്ന് മുഗളന്മാർ എടുത്ത് പുറത്ത് കൊണ്ടുവച്ചൊരു സാധനമുണ്ട് ആ ഒരു റോഡിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട്. നമുക്ക് അതുകൂടി ഒന്ന് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് അവിടെ അകത്ത് നിന്ന് മുഗളന്മാരെടുത്ത് പുറത്ത് കൊണ്ടുവച്ചത്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇത് പണ്ട് കാലത്ത് ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന പൈസയൊക്കെ ഇട്ടിരുന്ന ഭണ്ഡാരാണ്. ഇതവിടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അവർ ഇത് കൊള്ളയടിച്ച് ക്ഷേത്രം തകർത്ത സമയത്ത് എടുത്ത് പുറത്ത് കൊണ്ടിട്ടതാണ്. പിന്നെ നിങ്ങളിത് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നതില്ലേ, ഇത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റായിരുന്നു. ആ ഒരു ഭാഗത്തും ഇവിടെയൊക്കെ ആയിട്ട് ഇത് 2 നിലകളിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അവിടെ ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് 2ാമത്തെ നിലയുടെ ഒരു ഭാഗം കാണാം. കണ്ടോ? അപ്പം ഓരോ ദിവസങ്ങളിലും ഓരോ സാധനങ്ങളാണ് ഇവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ എല്ലാ ദിവസവും സജീവമായിരുന്ന ഒരു മാർക്കറ്റാണിത്. അവിടെ നമ്മുടെ ഹംപി അവിടെ വിരൂപാക്ഷ ക്ഷേത്രത്തിനോട് സമീപത്തുള്ള ഭാഗത്തൊക്കെ സ്വർണം, വെള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിറ്റിരുന്നതായിരുന്നെങ്കിൽ ഇവിടെ കച്ചവട സാധനങ്ങൾ ബാക്കിയെല്ലാം വിറ്റിരുന്ന വലിയൊരു മാർക്കറ്റായിരുന്നു. നമ്മൾ അടുത്തൊരു സ്ഥലമായിട്ടുള്ള ഒരു ഗണേശ ക്ഷേത്രത്തിലോട്ട് വന്നതാണ്. ഇവിടെ വിളിക്കുന്നത് പീനട്ട് ഗണേശ ടെമ്പിൾ എന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഗണേശ വിഗ്രഹത്തിൻ്റെ കാല് പീനട്ട് പോലെയാണ് ഇരിക്കുന്നത്. ഇതൊരു ഒറ്റക്കല്ലിൽ തീർത്ത ഒരു ഗണേശ വിഗ്രഹമാണ്. അവിടെ ആ ഒരു ഭാഗത്ത് കണ്ടോ, അതാണ് നമ്മുടെ ഹംപി ടൗണ്. അപ്പം ഇതൊക്കെ കണ്ട് നമുക്ക് പുറത്തോട്ട് പോകാം. അപ്പം നമ്മൾ ഇന്നത്തെ മനോഹരമായിട്ടുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ റൂമിലെത്തി. അപ്പം ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇവിടെ ഞാൻ റൂം എടുത്തത്, എങ്ങനെയാണ് ഞാൻ യാത്രയ്ക്കൊക്കെ പോയതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഈ റൂം എടുത്തത് ഇവിടെ വന്ന ശേഷം ഇവിടുന്ന് അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് ബുക്ക് ചെയ്ത്. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഹംപി ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ റൂം ഉള്ളത്. ഇതിൻ്റെ പേര് അപ്പു ഹോം സ്റ്റേ എന്നാണ്. അപ്പോൾ അപ്പു ഹോം സ്റ്റേ മാത്രമല്ല, ഇവിടെ ഒരുപാട് റൂമുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഓരോ സ്ഥലത്ത് ചോദിച്ച് ബാർഗെയിൻ ചെയ്ത് നിങ്ങൾക്ക് റൂം എടുക്കാം. ഇതൊരു AC റൂമാണ്. ഇവിടെ 1500 രൂപയാണ് പെർ ഡേ അവർ പറഞ്ഞത്. നമ്മളത് ബാർഗെയിൻ ചെയ്ത് 1000 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 24 മണിക്കൂറാണ് അത്. അപ്പം ഞാൻ ഇന്ന് രാവിലെ മുതൽ നാളെ വൈകുന്നേരം വരെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എടുത്തതുകൊണ്ട് ഞാൻ മൊത്തം 1500 രൂപയ്ക്കാണ് ഈ റൂം എടുത്തത്. പിന്നെ ഞാൻ ഇവിടുന്ന് ഓരോ സ്ഥലങ്ങൾ കാണാൻ പോയത്. നമുക്കിവിടെ പാക്കേജ് അവൈലബിൾ ആണ്. ഓട്ടോ പിന്നെ ഡ്രൈവേഴ്സുമായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈപ്പ് പാക്കേജ് ഇവിടെ കിട്ടും. അപ്പം ഞാൻ ഇന്ന് ഇവിടുത്തെ കംപ്ലീറ്റ് കാഴ്ചകളും കണ്ടു. അതേപോലെ തന്നെ ഇനി അടുത്തത് വേറെ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം ഒരു ദിവസം മൊത്തം നമുക്ക് യാത്ര കാണാൻ വേണ്ടിയിട്ട് അവർ 1500 രൂപയ്ക്കാണ് നമ്മുടെ അടുത്ത് പറയുക. അവിടെ നമ്മൾ ബാർഗെയിൻ ചെയ്യണം. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് ഞാൻ 1000 രൂപയ്ക്കാണ്. അപ്പം ഒന്ന് ഫുൾ ഡേ നമ്മളിവിടെ കുറേ കാഴ്ചകൾ കണ്ടു. അങ്ങനെ അത് മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1000 രൂപ പാക്കേജിൽ എടുക്കാം. അതിന് മുകളിലോട്ട് വേറെ കുറേ സ്ഥലങ്ങളിലൂടെ കാണാനുണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കൂടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വരുവാണെങ്കിൽ
ഇവിടെ വന്നിട്ട് അവർ പറയുന്ന പൈസയ്ക്ക് ഒരിക്കലും എടുക്കരുത്. നമ്മൾ ബാർഗെയിൻ ചെയ്യണം. അങ്ങനെ ബാർഗെയിൻ ചെയ്ത് നമുക്കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് കിട്ടുവാണെങ്കിൽ നമുക്കത് എടുക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും കുറേ കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ഇത് അപ്ലോഡ് ചെയ്യാനായിരുന്നു വിചാരിച്ചത്. പക്ഷെ അത് ഒരുപാട് ലെങ്തി ആയിക്കും. കാരണം അത്രയും കാഴ്ചകൾ നമുക്ക് ഹംപിയിൽ കാണാനുണ്ട്. പിന്നെ ഹംപിയിലെ തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കത് കാണാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ പറയണം. അപ്പോൾ മാത്രമേ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.